ഹായ് ഹലോ. ഇന്നത്തെ നൈറ്റ് അച്ഛനെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. അതിന് മുന്നേ അച്ഛനൊരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിക്കണം. അങ്ങനെതാ ഞങ്ങൾ സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ലുലുന്ന് വാങ്ങിച്ചു. ഗിഫ്റ്റ് മാത്രമല്ല, അവിടുന്ന് ഞങ്ങളിതാ പിസയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് അതും അകത്താക്കി നേരെ അച്ഛനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഇന്ന് പുറത്ത് പോകാൻ വിളിച്ചാൽ അച്ഛൻ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ അച്ഛൻ മാറും. അച്ഛൻ ഒന്നാമത് നേരത്തെ ഫുഡ് കഴിക്കും. ഞങ്ങൾ എപ്പം വിളിക്കുമ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും വിളിക്കുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾ എന്തായാലും കയ്യോടെ പൊക്കാന്ന് വിചാരിച്ചു അച്ഛനെ വേഗം ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, റെഡി ആവാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ കോഴിക്കോട് സ്റ്റാറിലേക്കായിട്ടോ വന്നത്. അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നേരെതാ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മേനെ വിളിക്കായിരുന്നു. ഇന്നൊരു കുഞ്ഞ് സ്പെഷ്യൽ ഡേയും കൂടിയാണ് അവരുടെ ലൈഫിൽ. അവരുടെ ആനിവേഴ്സറി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 1, 2, 3 വർഷം മാത്രമായിരിക്കും അവർ ഒരുമിച്ച് നിന്നിട്ട് ആനിവേഴ്സറിയൊക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഫോണിലൂടെ ഞങ്ങൾ ഒരു കുഞ്ഞ് സർപ്രൈസ് അച്ഛനും അമ്മയ്ക്കും അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ പേരൻസും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. പുറത്തൊക്കെ പോയി നിൽക്കുന്നവർ എക്സ്പെഷ്യലി അവർക്ക് ആ ഫീലിങ്സ് മനസ്സിലായിരിക്കും. ഇനി അവരുടെ ബർത്ത്ഡേ ആയിക്കോട്ടെ, ആനിവേഴ്സറി ആയിക്കോട്ടെ, ഇതൊന്നും അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അവർക്ക് ഓർമ്മയില്ലായിട്ടല്ല, അവരെല്ലാം സാക്രിഫൈ ചെയ്യാൻ നമുക്ക് വേണ്ടിയിട്ട്. നമ്മളൊന്ന് സ്റ്റേബിളായി നമ്മളൊന്ന് ഏൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഹാപ്പി ആയിരിക്കും. ഞാൻ ഈ നൈറ്റ് എന്തായാലും ഹാപ്പിയാണ്. പക്ഷേ അമ്മ അടുത്തില്ല, അമ്മയും അനിയനും അടുത്തില്ല എന്നുള്ളൊരു സങ്കടമാണുള്ളത്. പക്ഷെ കുഴപ്പമില്ല, നെക്സ്റ്റ് ഇയർ നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാ നേരെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അച്ഛനെന്താ റൂമിലേക്ക് ആക്കി ഞങ്ങളിതാ തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഓക്കെ, ബൈ.